ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ന് ഒരുപാട് ടീച്ചർമാർ നിങ്ങൾ തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർമാർ പറയുന്നൊരു കാര്യം, ഞങ്ങൾ അംഗനവാടിയിൽ തന്നെയാണ് നിൽക്കുന്നത്, എന്നിട്ടും ഞങ്ങൾക്ക് ഇതുപോലെ കാണുന്നു എന്നാണ് അവർ റീസൺ പറയണത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ട യു ആർ അവേ ഫ്രം യുവർ അംഗനവാടി സെൻറ്റർ, അതായത് നിങ്ങൾ അംഗനവാടിയിൽ നിന്നും കുറച്ച് അകലെ നിൽക്കുകയാണെന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജ് വരുന്നത്. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അംഗനവാടിയിലല്ല വേറെ മാറി നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ മെസ്സേജ് കാണിക്കും എന്ന് പറഞ്ഞിരുന്നു. അംഗനവാടിയിൽ നിന്നിട്ട് തന്നെ നിങ്ങൾ അംഗനവാടി ഓപ്പൺ ചെയ്തു എന്ന് കാണിക്കണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ പലർക്കും അംഗനവാടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇത്രയും മീറ്റർ, ഇപ്പോൾ ഇതില്ല ഡിസ്റ്റൻസ് ഫ്രം അംഗനവാടി സെൻറ്റർ 99 മീറ്റർ. 99 മീറ്റർ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരം. അതായത് നിങ്ങൾ അംഗനവാടിയിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ആ റോഡിൻ്റെ അവിടേക്ക് കടന്ന് നിൽക്കുക, അല്ലെങ്കിൽ അംഗനവാടിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഇങ്ങോട്ട് ഈ ഒരു പറമ്പിൻ്റെ ഈ സൈഡിലേക്ക് നിൽക്കുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിൽക്കുന്ന അത്രയും ഡിസ്റ്റൻസാണ് പറയുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അംഗനവാടിയുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ അംഗനവാടി ലൊക്കേഷൻ നിങ്ങളുടെ അടുത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, പ്രത്യേകം പറഞ്ഞിരുന്നു. നിങ്ങൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അംഗനവാടിയിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് നിങ്ങൾ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, നെറ്റ്വർക്ക് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടും നെറ്റ്വർക്കിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, അംഗനവാടിയിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് കിട്ടുന്നത് അവിടെ നിന്നിട്ട് നിങ്ങൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നിട്ട് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തത് കാരണം കൊണ്ട് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി അംഗനവാടിയിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൻ്റെ അവിടുത്തെ ലൊക്കേഷനോ അതിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അംഗനവാടിയുടെ ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ ഡിസ്റ്റൻസ് അവിടെ വരുന്നതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ അംഗനവാടിയുടെ ഉള്ളിൽ നിന്നിട്ട് ഒന്നും കൂടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം. അംഗനവാടി അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അംഗനവാടിയുടെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് പിന്നെ ഈ ഒരു മെസ്സേജ് വരാതെ, അംഗനവാടിയിൽ വെച്ച് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക. ജസ്റ്റ് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക. മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, മോർ ഓപ്ഷനിൽ പോവുക. മോർ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ അപ്ഡേറ്റ് അംഗനവാടി സെൻട്രൽ ലൊക്കേഷൻ. അപ്ഡേറ്റ് അംഗനവാടി സെൻട്രൽ ലൊക്കേഷൻ കണ്ട താഴെ നിന്ന് മുകളിൽ മൂന്നാമത്തെ അതുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കണ്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ലാസ്റ്റ് ഇതിനകത്ത് ഈ ടീച്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആഗസ്റ്റ് 9 2024. അപ്പോൾ നിങ്ങളവിടെ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ട ആർ യു അറ്റ് അംഗനവാടി സെൻറ്റർ നൗ എന്ന് ചോദിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളവിടെ യെസ് എന്ന് കൊടുക്കണം. ആർ യു അറ്റ് അംഗനവാടി സെൻറ്റർ നൗ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ യെസ് എന്ന് കൊടുത്തിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് വേറൊരു ടീച്ചറുടെ ആയതുകൊണ്ട് ഡെമോ ആയിട്ട് ചെയ്തതുകൊണ്ട് ഞാനത് യെസ് കൊടുക്കുന്നില്ല, കാരണം ആ അംഗനവാടിയിൽ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. ഇത് നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ അവിടെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക. ഇത് കണ്ട ലൊക്കേഷൻ, ഈ ലൊക്കേഷൻ ഓൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓൺ ആക്കാനായിട്ട് അവർ പറയും. അപ്പോൾ ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓഫായി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഓണായി. ഇത് ഓൺ ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ താഴെ നിന്ന് മൂന്നാമത്തെ അപ്ഡേറ്റ് അംഗനവാടി ലൊക്കേഷൻ എടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക. ആർ യു അറ്റ് അംഗനവാടി സെൻറ്റർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ യെസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഇത് അംഗനവാടിയുടെ ഉള്ളിൽ വെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തൊട്ട് ഇത്രയും ഡിസ്റ്റൻസിലാണെന്ന് പറയില്ല. നിങ്ങൾ പുറത്തേക്ക് പോയിട്ടോ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ചെയ്യരുത്, അംഗനവാടിയുടെ ഉള്ളിൽ വെച്ച് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കില്ല, ഈ ഒരു മെസ്സേജ് മുകളിൽ വന്നില്ല, ഇത്ര മീറ്റർ അകലെയാന്നുള്ള മെസ്സേജ് വരില്ല കേട്ടോ. ഓക്കെ.